ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ്. കല്യാണത്തിൻ്റെ ഡ്രസ് കോഡിൽ എൻ്റെ നാത്തൂൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇന്ന് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇതിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ത്രെഡും പിന്നെ അതുപോലെ കട്ട് ബീഡ്സ് ആണ് കേട്ടോ, വൈറ്റ് കട്ട് ബീഡ്സ്. ഇത് കണ്ടിട്ട് ആരും ഞെട്ടണ്ട കേട്ടോ, എൻ്റെ മോൻ്റെ പണിയാണേ. ചെറിയ മക്കളുണ്ടാകുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമാണല്ലേ. അപ്പോൾ ഇത് ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ വർക്കാണ് കേട്ടോ ചെയ്യുന്നത്. ആൾക്ക് സിമ്പിൾ വർക്കിനോടാണ് കേട്ടോ താല്പര്യം, ഹെവി വർക്കിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ. നാത്തൂൻ്റെ മക്കളാണെങ്കിലും അങ്ങനെ തന്നെ ചെറിയ സിമ്പിൾ വർക്ക് ചെയ്താൽ മതി എന്ന് ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് നമ്മൾ അനാർക്കലി ഗൗണാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. മൂന്ന് ഡിസൈനിലാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കുമാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെ ഒരു പാറ്റേൺ വേണമെന്ന് ഞങ്ങൾക്ക് ആദ്യം നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. 3 സെയിം തന്നെ ആയാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതല്ലേ, നമുക്കൊരു വ്യത്യസ്തമാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കളേഴ്സ് മൊത്തം സെയിം ആക്കിയിട്ട് ഡിസൈനും അതുപോലെ വർക്കും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇളച്ചിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോഴേക്ക് ഒരു മാസത്തിലെ പകുതി 3/4 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആകെ എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്നത് ആകെ 10 ദിവസമാണ് കേട്ടോ. ഈ 10 ദിവസത്തിനുള്ളിൽ എനിക്ക് നാത്തൂൻ്റെ ഡ്രസ്സും ചെയ്യാനുണ്ടായിരുന്നു, എൻ്റെ ഡ്രസ്സും ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ 10 ദിവസത്തിനെ 5 ദിവസത്തിനേക്കാക്കി ഡിവൈഡ് ചെയ്തിട്ടോ. നാത്തൂന് 5 ദിവസം എൻ്റെ 5 ദിവസം ആക്കിയിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 5 ദിവസം കൊണ്ട് ഓരോന്ന് കഴിയോ എന്നുള്ളത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ വിചാരിക്കുന്ന പോലെയല്ല ഓരോ ദിവസവും എനിക്ക് ഉണ്ടാവുന്നത്. കാരണം ചെറിയ മക്കളുണ്ടാകുമ്പോൾ അവരുടെ രീതിയിലാണല്ലോ നമുക്ക് ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച ടൈം ടേബിൾ ഒന്നും ആയിരുന്നില്ല കേട്ടോ എനിക്ക് മുന്നോട്ട് പോവേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് 3 ദിവസമായപ്പോഴത്തേനും 3 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് നാത്തൂൻ്റെ പകുതി വർക്ക് പോലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കയ്യിൽ ആകെ 2 ദിവസമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ 2 ദിവസം കൊണ്ട് തീരൂല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം 2 ദിവസത്തിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് വല്ല സ്കൂട്ടായി. കാരണം കല്യാണം എടുക്കാറായപ്പോഴേക്ക് വീട്ടിൽ കല്യാണമൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് പെയിൻറ്റിങ്ങിൻ്റെ ആൾക്കാരും അങ്ങനെ കുറച്ച് പണികളുടെ പണിക്കാരും അങ്ങനെ ഒരുപാട് ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ ഒട്ടും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനിടയിൽ മോന് ഓരോ അസുഖങ്ങളും, അവനാണെങ്കിൽ മേത്തുനിന്ന് ഇറങ്ങില്ല കേട്ടോ, എപ്പോഴും അവനെ എടുത്തുകൊണ്ട് നടക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഉറങ്ങുന്ന സമയം മാത്രമേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അവനെയും കൊണ്ട് ഞാൻ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ പോലും ഇരിക്കാൻ പോലും സമ്മതിക്കില്ല കേട്ടോ. അവനെയും കൊണ്ട് ഇങ്ങനെ നടക്കണം, അങ്ങനെ ഒരു വാശിയായിരുന്നു കേട്ടോ. അവന് ആദ്യം മുതലൊക്കെ കുറച്ചൊക്കെ കളിച്ച് നടക്കുകയൊക്കെ ചെയ്യായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒട്ടും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനങ്ങ് വർക്ക് ഏറ്റെടുത്തു പോയി. പക്ഷെ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ നമ്മൾ വീട്ടിലെ കല്യാണം ആകുമ്പോൾ അതെന്താവും ആകെ ടെൻഷനായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് 2 ദിവസം ലീവ് എടുത്ത് വീട്ടിലേക്ക് പോയത് തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വരാനാട്ടോ. പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ താത്താരെല്ലാവരും വന്നപ്പോൾ അവരെല്ലാവരും കസിൻസിൻ്റെ വീട്ടിലേക്ക് ഒരു വിസിറ്റ് നടത്തി കേട്ടോ. 2 ദിവസം വീട്ടിലേക്ക് പോയത് തന്നെ വർക്ക് എങ്ങനെയും കംപ്ലീറ്റ് ആക്കാന്നുള്ള ദൃഢ നിശ്ചയത്തോടെ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷേ ചെന്നപ്പോൾ അവിടെ എൻ്റെ 3 സിസ്റ്റേഴ്സ് ഉണ്ട്, എനിക്ക് 2 സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് എങ്ങോട്ടേലൊക്കെ പോവാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് എന്തോ ഈ വർക്കിൻ്റെ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് എങ്ങോട്ടും പോകാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. എങ്ങനെയെങ്കിലും ഈ വർക്ക് കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ഒരു വാശി മാത്രമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏതായാലും വലിയ താത്ത വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ താത്താൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ ഈ വർക്കും എല്ലാ സാധനങ്ങളും കൂട്ടിക്കെട്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാ കുട്ടികളും താത്താൻ്റെ മക്കളും എല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ മോൻ അവരായിട്ട് സെറ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ നോക്കേണ്ട ഒരു ആവശ്യമേ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വർക്ക് മാക്സിമം ഒരുവിധം കംപ്ലീറ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ ടോപ്പിലെ സ്പ്രെഡ് വർക്കൊക്കെ കഴിഞ്ഞത് കൈ സ്ലീവ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനായിട്ട് കൊടുത്തിട്ടുള്ളത്. ആ സ്ലീവിലും അതുപോലെ നമ്മൾ ഈ സെയിം വർക്ക് തന്നെ നമ്മൾ ചെറുതായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. കാരണം നമ്മളൊരു 1.5 മീറ്റർ ഒക്കെ ഗ്യാപ്പ് വെച്ചിട്ടുള്ളൂ. ആ ഒരു ഗ്യാപ്പിൽ ഒതുങ്ങുന്ന വർക്കാണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതേ ഷാള് നമ്മൾ 4 സൈഡ് സ്കാലപ്പിൽ വരുന്ന ഒരു ലേസ് വർക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ലേസ് വാങ്ങി വെച്ചേക്കാണ്. നാത്തൂന് പിന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ലേസ് വാങ്ങി വെച്ചോളാം, എനിക്ക് വർക്ക് കുറച്ച് കുറഞ്ഞു കിട്ടുമല്ലോ എന്ന്. അതെനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു കേട്ടോ. കാരണം ആ ഒരു ലേസ് അവിടെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ഹെവി ആയിട്ട് തന്നെ ഷാൾ വന്നിട്ടുള്ളത്. പിന്നെ അതിൽ ഞാൻ സ്പ്രെഡിങ് വർക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു ഫ്ലവറും പിന്നെ ഒരു ലീഫും മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഉറക്കമില്ലാത്ത 5 ദിവസങ്ങൾ കൊണ്ട് ഈ വർക്ക് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടേ. അപ്പോൾ ഇനി കല്യാണത്തിന് ആകെ 5 ദിവസമേ ബാക്കിയുള്ളൂ കേട്ടോ. ഈ 5 ദിവസം കൊണ്ട് എൻ്റെ വർക്കും കൂടെ ഇൻഷാ അല്ലാഹ് കംപ്ലീറ്റ് ആക്കണം. പെട്ടെന്നുള്ള കല്യാണം ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു കേട്ടോ ഈ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എത്ര സ്ട്രഗിൾ ചെയ്താലും ഈ വർക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ഒരു സംതൃപ്തിയൊക്കെ ഉണ്ടല്ലോ, അത് വേറെ എന്തിനും കിട്ടില്ല കേട്ടോ. ഇതൊക്കെ അവരിട്ട് കാണുമ്പോഴും പിന്നെ കല്യാണത്തിന് എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേട്ടപ്പോഴും ഒരുപാട് സന്തോഷമായിട്ടോ.
പിന്നെ ഞങ്ങളുടെ ഈ ഡ്രസ് കോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. ഇൻഷാ അല്ലാ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടോ എന്നാൽ പെട്ടെന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ കേട്ടോ. ഇതുപോലുള്ള വർക്കുകളൊക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മളെ കോൺടാക്റ്റ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടേ. പിന്നെ ഞാൻ ഈ ഒരു റിസ്ക് ഏറ്റെടുക്കുമ്പോൾ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, മോർണിംഗ് കൊണ്ട് ഒരിക്കലും നിനക്കത് കഴിയില്ല, നീ അത് ഏറ്റെടുക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് തളർത്താൻ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കും ആ ഒരു കോൺഫിഡൻസ് കുറവ് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഒരു മാസമല്ലേ എന്നുള്ള ആ ഒരു 30 ദിവസത്തെ ആ ഒരു 10 ദിവസം ഒന്നിനും 10 ദിവസം അങ്ങനെ 3 ആയിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ കണക്കൂട്ടലൊക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനം ഇപ്പോൾ എനിക്ക് നല്ല ടെൻഷനും സത്യം പറഞ്ഞാൽ കരച്ചിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എങ്കിലും എന്നെ പഠിച്ചവൻ ഒരിക്കലും കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതുപോലെ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ സത്യം പറഞ്ഞാൽ അതിലൊരു വിജയം ഉണ്ടാവും എന്ന് പറയുന്നത് ഉറപ്പായിട്ട്. നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായാലും നമുക്ക് എല്ലാം അനുകൂലമായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു റിസ്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.